തീരദേശത്ത് ശക്തി തെളിയിക്കാൻ നങ്കൂരമിട്ട ബി.ജെ.പി. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ പ്രതിപക്ഷ കക്ഷിയാകാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം. തൃശൂർ ജില്ലയിലെ തീരദേശങ്ങൾ പ്രാദേശികമായി ഇടതു വലതു കോട്ടകളാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വോട്ട് വർധനവിലാണ് ബി.ജെ.പിയുടെ സാധ്യതകൾ. രൂപീകരണം മുതലേ മുസ്ലിം ലീഗിന്റെ കുത്തകയാണ് ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത്. 16 വാർഡുകളിൽ ഒരു വാർഡ് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തു. ഇത്തവണ പ്രതിപക്ഷ കക്ഷിയാകാൻ ഉതകും വിധം നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബി.ജെ.പിയുടെ കടന്നുവരവിന് തടയിടാനുള്ള തന്ത്രങ്ങളെ അതിജീവിക്കുക എന്നതാണ് കടമ്പ. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPM നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ ബി.ജെ.പിയിലേക്ക് നല്ല ഒഴുക്കാണ് നടക്കുന്നത്. അത് തടയിടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകർ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മുന്നേറ്റം നടത്തുന്നത്. അത് കടപ്പുറം പഞ്ചായത്തിൽ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് സത്യത്തിൽ UDF ഈ കടപ്പുറം പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അവർ ഒന്നും പറ്റാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ബി.ജെ.പിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ച വാർഡിൽ വലിയ രീതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തിയത് ഗുണമാകും. ഒപ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധതയും നേട്ടമാകും. അടിസ്ഥാനപരമായിട്ട് ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അറിയിക്കുന്ന കാര്യങ്ങളിൽ വളരെ പിന്നോട്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കടലോര മേഖലയിലും അതുപോലെ തന്നെ SC വിഭാഗത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വളരെ പിന്നോട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ വരുന്ന കാലഘട്ടത്തിൽ 11 സ്ഥാനാർത്ഥികൾ നിന്ന സമയത്ത് നമുക്കൊരു പ്രതിപക്ഷ നിര തന്നെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. കടപ്പുറം പഞ്ചായത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ നിന്നും വിഭിന്നമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ലീഗിന്റെയും UDFന്റെയും അവകാശവാദം. പൂർണ്ണമായും എഴുതിത്തള്ളിയിടത്തു നിന്നും ഉള്ള മുന്നേറ്റം ബി.ജെ.പി. പ്രവർത്തകരിൽ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. ജനം, തൃശൂർ.